അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നൈറ്റി മെറ്റീരിയൽസ് വെച്ചിട്ട് കിഡ്സ് ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ഡിസൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള ഫ്രോക്ക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ലീവ് പഫാണ് കൊടുക്കുന്നത്. അപ്പോൾ പഫ് സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന് ഞെറിവ് ഇടാനുള്ളൊരു ഭാഗം കൂടി കേട്ടോ. പിന്നെ അടുത്തതും കൂടി അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാ ഞെറിവിട്ടിട്ടുള്ളൊരു ഫ്രോക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യണതൊന്നും കാണിക്കണില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ നെക്ക് ഒരു സ്ക്വയറാണ്, അപ്പോൾ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സിബ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ റൗണ്ട് നെക്കിൽ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മേലെയും താഴത്തും കൂടി ഞെറിവിട്ടിട്ടുള്ളൊരു പഫ് സ്ലീവാണ്. ഫ്രോക്കിനൊക്കെ പഫ് സ്ലീവ് വന്നാൽ നല്ല രസമാണല്ലോ കാണാൻ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതുപോലെ പിന്നെ ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ഞെറിവ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയാണ്. അങ്ങനെ പിന്നെ ജസ്റ്റ് ഷേപ്പ് ആക്കാനേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യണതൊന്നും കാണിക്കാത്തത്. പിന്നെ നമുക്ക് ബാക്കിൽ കെട്ടാനുള്ള ഇതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അണ്ടർ സ്കേർട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ ചെറിയൊരു ഞെറിവ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ ഒരു ഞെറിവ് ഇട്ടിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ചെയ്തെടുത്തിട്ടോ. ബാക്കിൽ ഇതുപോലെ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാ പോലെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് പിന്നെ ഞെറിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 ലെയർ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മറ്റേത് ഒരു 1 ലെയറിൽ അടിയിലൊരു ഞെറിവ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫ്രോക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാൻ. നമ്മുടെ അടുത്ത് നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബായ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ളൊരാഴ്ച നമ്മൾ കല്യാണ വ്ളോഗുകളായിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.